ഈ നോൻപുകാലം ഒരു ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും ദിനങ്ങളാകട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് അല്പമൊന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം. രാജാവ് ഒരിക്കൽ തൻ്റെ പ്രജകളെ എല്ലാം വിളിച്ചുകൂട്ടി പറഞ്ഞു, ഈ രാജകൊട്ടാരത്തിലെ എല്ലാത്തിനെയും നിങ്ങൾക്ക് തൊടാം, തൊടുന്നതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാണ്. ആർത്തിമൂത്ത മനുഷ്യരെല്ലാം ഓടി നടന്ന് രാജകൊട്ടാരത്തിലുള്ള എല്ലാ വിലപിടിപ്പുള്ള സാധനങ്ങളെയും തൊട്ട് സ്വന്തമാക്കി. എന്നാൽ അവസാനം ഒരു കൊച്ചുകുട്ടി മാത്രം ഓടിച്ചെന്ന് രാജാവിനെ തൊട്ടു. രാജാവ് സർവത്തിൻ്റെയും ഉടയവനായ രാജാവ് അവന് സ്വന്തമാവുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, ഈ നോൻപുകാലം നമ്മോട് ആഹ്വാനം ചെയ്യുന്നതും ഉപവാസത്തിലൂടെയും ദാനധർമ്മത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവത്തെ തൊടുക എന്നുള്ളതാണ്. ഈ ഒരു തൊടലിന് വേണ്ടിയിട്ട് നമ്മിൽ നിന്നും ത്യാഗത്തോടെയുള്ള ഒരു പരക്കം പാച്ചിൽ ആവശ്യമാണ്. ഉപവാസത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 16-ാം വാക്യത്തിൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഉപവാസത്തെക്കുറിച്ച് പറയുന്നു. എന്താണ് ഉപവാസം? ഉപവാസം എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് ജീവിക്കുക, ഭക്ഷണം മാറ്റിവെച്ച് വചനത്തോടും ദൈവവചനത്തോടും പ്രാർത്ഥനയോടും കൂടെ ആത്മീയമായി ദൈവത്തോട് അടുക്കുന്നതാണ് ഉപവാസം എന്ന് പറയുന്നത്. ഈ ഉപവാസം എപ്രകാരമായിരിക്കണമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം നമ്മോട് പറയുന്നുണ്ട്. 6-ാം അധ്യായത്തിൽ പറയുന്നു, നീ ഉപവസിക്കുമ്പോൾ നിന്റെ സ്വർഗസ്ഥനായ പിതാവ് അല്ലാതെ മറ്റാരും അറിയാതിരിക്കേണ്ടതിന് നിന്റെ ശിരസിൽ തൈലം പൂശുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അപ്പോൾ ഇവിടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്നുള്ളതാണ്. സാധാരണഗതിയിൽ നാമൊക്കെ ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ, ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഫാസ്റ്റിംഗ് ഇസ് ആൻ ഇൻവിറ്റേഷൻ എന്നുകൂടെ പറയാറുണ്ട്. ഒരു ക്ഷണം, ഒരു ഉൾവിളിയാണത്. അത് സ്വയമേ നമ്മിൽ നിന്ന് വരേണ്ടതാണത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഫാസ്റ്റിംഗ് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും നമ്മൾ വിളിച്ചു പറയും ഇന്ന് ഫാസ്റ്റിംഗ് ആണ്. പക്ഷേ മനോഭാവം നമ്മൾ ആരും അറിയാതെ സ്വമേധയാ നമ്മളിൽ നിന്ന് വരേണ്ട ഒരു പ്രവൃത്തിയാണത്. തുടർന്ന് പ്രാർത്ഥന എന്ന് പറയുമ്പോൾ വിശുദ്ധ കൊച്ചുത്രേസ്യ പറയുന്നുണ്ട്. കൊച്ചുത്രേസ്യയുടെ വീക്ഷണത്തിലെ പ്രാർത്ഥന ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു സ്നേഹ സംഭാഷണമാണ്. പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരമായിരിക്കണമെന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, നീ പ്രാർത്ഥിക്കുമ്പോൾ കതകടച്ച് നിന്റെ സ്വർഗസ്ഥനായ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അതേ പ്രിയമുള്ളവരെ, പ്രാർത്ഥനകൾ പലവിധത്തിലുണ്ട്. എന്നാലും പേഴ്സണൽ പ്രെയർ അല്ലെങ്കിൽ ദൈവത്തോടൊത്ത് ആയിരിക്കുക, നോൻപുകാലങ്ങളിൽ ചിന്തിക്കുവാനായിട്ട് ദൈവത്തോടൊപ്പം കുറേ സമയം ചിലവഴിക്കുവാൻ നമുക്ക് കഴിയണം. വീണ്ടും ദാനധർമ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1 മുതൽ 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നത്, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ നിന്റെ രഹസ്യങ്ങൾ അറിയുന്ന പിതാവല്ലാതെ മറ്റാരും അത് അറിയരുത്. നിന്റെ വലതു കൈ ചെയ്യുന്നത് ഇടതു കരം അറിയാതിരിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ ഓർക്കുക, ഈ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും നാം നോൻപുകാലത്തിലേക്ക് കടന്നിരിക്കുന്ന കാലയളവാണിത്. അതിൽ നമ്മുടെ മനോഭാവമാണ് നാം നോക്കേണ്ടത്. എപ്രകാരമാണ് നമ്മുടെ മനോഭാവം? ഈ മനോഭാവങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് നമുക്ക് ഈ നോൻപുകാലം ഉപവാസത്തിലൂടെയും ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദാനധർമ്മത്തിലൂടെയും നമുക്ക് നടത്തുവാൻ കഴിയണം. അതിനായിട്ട് സർവേശ്വരൻ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.